ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അർത്തോസ് പരിശുദ്ധ കുർബാനയുടെ പഠന പരമ്പര 54-ാം ഭാഗം. സ്നേഹപൂർവം സ്വാഗതം. അത്ഭുതങ്ങൾ, ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ. ദിവ്യകാരുണ്യ അത്ഭുതമോ മാടവനയിൽ സംഭവിച്ചത്? എന്താണ് എറണാകുളത്തുള്ള മാടവന സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ ഒരു കുട്ടിയുടെ നാവിൽ തിരുവോസ്തി ഈശോയുടെ മാംസമായി കാണപ്പെട്ടു, അനുഭവപ്പെട്ടു? എന്താണ് ഇതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്? എന്താണ് ഇവിടെ നമ്മുടെ മനോഭാവം, നമ്മൾ സ്വീകരിക്കേണ്ട വിശ്വാസ ജീവിത ശൈലി? ആദ്യമേ തന്നെ പറയട്ടെ, ദിവ്യകാരുണ്യം, പരിശുദ്ധ കുർബാന ക്രൈസ്തവ ജീവിതത്തിൻ്റെ പാരമ്യമാണ്. ഓരോ കുർബാനയും ഓരോ അത്ഭുതമാണ്. ഈശോ സത്യമായും സത്തയായും യഥാർത്ഥമായും അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ സന്നിഹിതനാകുന്നു എന്നതിൽ കവിഞ്ഞ് ഒരത്ഭുതം ഈ ലോകത്തിൽ ഉണ്ടാകാനില്ല. വിശുദ്ധ അഗസ്തീനോസൊക്കെ പഠിപ്പിക്കുന്നത് പോലെ ഇതിലും പരമമായ ഒന്ന് ദൈവം നമുക്ക് നൽകാനായി ദൈവത്തിനില്ലായിരുന്നു. അതുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും പങ്കെടുക്കുന്ന പരിശുദ്ധ കുർബാനയിൽ സ്വർഗം തുറന്ന് ബലിപീഠത്തിലേക്ക് വന്ന് ഈശോയുടെ അപ്പത്തെയും വീഞ്ഞിനെയും ഈശോയുടെ ശരീരരക്തങ്ങളാക്കി മാറ്റുന്ന ദിവ്യാത്ഭുതം കാണുകയും വിശ്വസിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുക എന്നൊരു ഉദ്ദേശമല്ലാതെ മറ്റൊരു ഉദ്ദേശവും സഭയ്ക്കില്ല. അത്ഭുതങ്ങളിലല്ല നമ്മുടെ വിശ്വാസം അടിസ്ഥാനമിട്ടിരിക്കുന്നതെന്ന് ഓർമ്മിക്കുക. നമ്മുടെ വിശ്വാസം ഈശോ മിശിഹായിൽ ക്രിസ്തുവിൽ വെളിവാക്കപ്പെട്ട സത്യം, ക്രിസ്തുവിൽ വെളിവാക്കപ്പെടുകയും പൂർത്തീകരിക്കപ്പെടുകയും ചെയ്ത ആ സത്യത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കുർബാന തന്നെയാണ് അത്ഭുതം. കാരണം അദൃശ്യമായ കൃപാവരം ദൃശ്യമാക്കുന്ന അടയാളമാണ് കുർബാന. അതിൽ വലിയൊരു അത്ഭുതമില്ല, ഉണ്ടാകാനുമില്ല. പിന്നെ എന്തുകൊണ്ട് ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ സഭ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു? ഇന്നും പലയിടത്തും നമ്മൾ അതിനെക്കുറിച്ച് കേൾക്കുന്നു. അത് ഇറ്റലിയിലെ ലഞ്ചാനോയിലാണെങ്കിലും, പോളണ്ടിലാണെങ്കിലും, മെക്സിക്കോയിലാണെങ്കിലും, ബോനസ് ഐറസിലാണെങ്കിലും, എവിടെയാണെങ്കിലും, മാടവനയിലാണെങ്കിലും, വിളക്കന്നൂരാണെങ്കിലും, എവിടെയാണെങ്കിലും നമ്മൾ ഓർമ്മിക്കുക, നിരവധി പഠനങ്ങൾക്കും ഗവേഷണങ്ങൾക്കും ശാസ്ത്രീയമായ നിരീക്ഷണങ്ങൾക്കും ശേഷമാണ് സഭ ഒന്നിനെ ഔദ്യോഗികമായി അംഗീകരിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്. അതുവരെ ഇതുപോലെയുള്ള അനുഭവങ്ങൾ നമ്മളെ അൾത്താരയിലേക്ക് അടുപ്പിക്കുകയും അനുദിന പരിശുദ്ധ കുർബാന അർപ്പണങ്ങളിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിച്ചു നിർത്തുകയും അതിൻ്റെ ആഴം ഉൾക്കൊള്ളാൻ നമ്മളെ ക്ഷണിക്കുകയും ചെയ്യുകയാണ്. ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ അത് അത്ഭുതങ്ങളാണെന്ന് പ്രഖ്യാപിക്കേണ്ടത് സഭയാണ്. കാരണം സൂക്ഷ്മമായ നിരീക്ഷണം, വിശ്വാസ പ്രബോധനങ്ങൾ, ശാസ്ത്രീയമായ നിരീക്ഷണം, ഗവേഷണം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ദൈവജനത്തെ പരിശുദ്ധ കുർബാനയിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടി സഭ ഒന്നിനെ ദിവ്യകാരുണ്യ അത്ഭുതമായിട്ട് പ്രഖ്യാപിക്കുന്നിടത്തോളം കാലം അത് അത്ഭുതമല്ല. കാരണം സഭയാണ് കുർബാനയെ കുർബാനയാക്കുന്നത്. അതുകൊണ്ട് സഭയിലൂടെ ആണ് കുർബാനയിലുള്ള അത്ഭുതവും വിശ്വാസവും പ്രഖ്യാപിക്കപ്പെടേണ്ടതും സ്ഥിരീകരിക്കപ്പെടേണ്ടതും. അതിനുവേണ്ടി നമുക്ക് വിനയപൂർവം വിധേയപൂർവം കാത്തിരിക്കാം. ചരിത്രത്തിലുടനീളം ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. ചിലത് സഭ പഠന വിധേയമാക്കിയതിനു ശേഷം സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അതിൻ്റെ ലക്ഷ്യം ഇത്ര മാത്രമേ ഉള്ളൂ: ഈശോയുടെ യഥാർത്ഥ സാന്നിധ്യത്തെ കുർബാനയിൽ തിരിച്ചറിയാനും മനസ്സിലാക്കാനും കഴിയപ്പെടാതെ പോകുമ്പോൾ അത് കൂടുതൽ ഉറപ്പിക്കാനും അങ്ങനെ വിശ്വാസം പ്രഘോഷിക്കാനും വേണ്ടി ചിലയിടത്തൊക്കെ കുർബാനയുടെ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ മഹത്വവും അപ്രമാദിത്വവും
ആധികാരികതയും പ്രകടിപ്പിക്കുന്നതിനായിരിക്കണം അത്ഭുതങ്ങൾ. ആ അത്ഭുതങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത് ദൈവമഹത്വം പ്രഘോഷിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് പരിശുദ്ധ കുർബാനയിൽ അത്ഭുതങ്ങൾ നടക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അൾത്താരയിലേക്ക് അടുത്ത് നിൽക്കാനുള്ള ക്ഷണമായിട്ട് അതിനെ സ്വീകരിക്കുക. നമ്മുടെ വിശ്വാസത്തിൻ്റെ കേന്ദ്രമായ പരിശുദ്ധ കുർബാന അത് പ്രഘോഷിക്കാൻ, പ്രത്യേകിച്ച് കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 1374 പ്രതിപാദിക്കുന്നത് പോലെ ഈശോയുടെ യഥാർത്ഥമായ സാന്നിധ്യം അടുത്തറിയാനും അനുഭവിക്കാനും പ്രഘോഷിക്കാനുമുള്ള വിശ്വാസ ചൈതന്യമായി, വിശ്വാസത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുന്ന അടയാളങ്ങളായി അതിനെ സ്വീകരിക്കുക. അതുകൊണ്ട് ഓരോ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന നമ്മൾ ഈശോ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്ന് നമ്മളിലൊരുവനായി, അതും പോരാഞ്ഞിട്ട് ഒരു കാറ്റിൽ പറക്കാൻ പോന്ന കോതമ്പപ്പ കഷണമായിട്ട് മാറി എന്നുള്ള ഒരത്ഭുതത്തെ ധ്യാനിക്കാനും ആ അത്ഭുതത്തിൻ്റെ വിസ്മയം ഉൾക്കൊള്ളാനും ആ വിസ്മയത്തിൽ ലോകത്തോട് മുഴുവൻ ദൈവിക സാന്നിധ്യം പ്രഘോഷിക്കാനുമുള്ള മാർഗങ്ങളായി ഇതുപോലുള്ള അവസരങ്ങൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വെളിച്ചം വീശട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ബലഹീനരും പാപികളും പോരായ്മകളുള്ളവരും വിശ്വാസത്തിൽ ദുർബലരുമായ നമ്മളെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ചിലതൊക്കെ എവിടെയെങ്കിലും ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് നടന്നു എന്ന് ബോധ്യപ്പെട്ട് സഭ അതിനെ അംഗീകരിച്ചു കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുകയും പരിശുദ്ധ കുർബാനയിലേക്കുള്ള നമ്മുടെ അടുപ്പം കൂട്ടുകയും ചെയ്യുക. അങ്ങനെ നമുക്ക് യഥാർത്ഥ വിശ്വാസികളായി ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.